കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ടത്തിലണിയുവാൻ തുളസിമാല. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദീപാരാധന തൊഴുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഗുരുവായൂർ വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ബിന്ദു ടീച്ചർ എന്നെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇന്ന് വൈകുന്നേരം വന്നിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം വരാനുള്ളൊരു അവസരം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ദീപാരാധനയൊക്കെ തൊഴാലോ. അങ്ങനെ ബിന്ദു ടീച്ചറുടെ വീട് മസ്കറ്റിലാണ്, ലീവിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, 2 രാത്രി ഭഗവാന്റെ കൂടെ ഇരിക്കാൻ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ഇതിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്ക് വശത്തുള്ള അമരപ്രഭുവിൻ്റെയും ഗുരുവായൂർ പത്മനാഭൻ്റെയും ഗുരുവായൂർ കേശവൻ്റെയും പ്രതിമേൻ്റെ തൊട്ടിപ്പുറയുള്ള പാഞ്ചജന്യം റെസ്റ്റോറൻ്റാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനുള്ള എല്ലാ സംവിധാനവും, ക്യൂ നിൽക്കാതെ തൊഴാനുള്ള എല്ലാ സംവിധാനവും ബിന്ദു ടീച്ചർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു അവസരം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. 5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് ഞാൻ ഗുരുവായൂരപ്പനെ കാണാറുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും 3-4 പ്രാവശ്യം തൊഴാൻ പറ്റി. ശിവേരി തൊഴുതു, രാത്രിയിലത്തെ ശിവേരി തൊഴുതു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ ഒരു സഹോദരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും കെയറിങ് ആയിരുന്നു എന്നെ. അങ്ങനെ റൂമിൽ ഭയങ്കര AC ആണ് കേട്ടോ. ഞങ്ങൾ മൂടിപ്പതച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത വർഷവും ലീവിന് വരുമ്പം ബിന്ദു ടീച്ചർക്ക് എന്നെ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കുറേ പലഹാരങ്ങളും കുറച്ച് ക്യാഷൊക്കെ തന്നു. എന്തായാലും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ടീച്ചറിൻ്റെ കാറിൽ തന്നെയാണ് കേട്ടോ എന്നെ കൊണ്ടുവന്നാക്കിയത്. എന്നോട് പറഞ്ഞു ബസ്സിനൊന്നും പോകണ്ട, ഞങ്ങൾ തന്നെ കൊണ്ടാക്കാമെന്ന്. ടീച്ചറിൻ്റെ വീട് കോട്ടയത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാവ എന്നെ വന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇനിയും അടുത്ത വർഷം വരുമ്പോൾ കാണാൻ ഭഗവാൻ എനിക്ക് അവസരം തരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ഒക്കെ ആയി വരുന്നതോടെ വരെ ടാറ്റാ.